ഹായ് ഗൈസ്, ഏറ്റവും സങ്കടത്തോടെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. 3-4 വർഷത്തെ എൻ്റെ കോർപ്പറേറ്റ് ജീവിതം മതിയാക്കി സമാധാനമായിട്ട് നാട്ടിൽ കൃഷിയൊക്കെ ചെയ്ത് ജീവിക്കാൻ കരുതി വന്നവനാണ് ഞാൻ. ഞാൻ ജോലി റിസൈൻ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ നാട്ടുകാരും വീട്ടുകാരും ഒരുപോലെ എന്നോട് വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ അവരുടെ ആരുടെയും വാക്ക് കേൾക്കാതെ ജോലിയും റിസൈൻ ചെയ്ത് ഞാൻ ബാംഗ്ലൂർ വിട്ടു. അങ്ങനെ നാട്ടിലെത്തി ഞാൻ സ്ഥലം എടുത്തു. ഇത് ഈ കാണുന്ന സ്ഥലത്തിനെ ഇങ്ങനെ എത്തിച്ചു. കുറേ കഷ്ടപ്പാടുണ്ട് ഇതിൻ്റെ പിന്നിൽ, എന്നാലും സാരമില്ല. ആദ്യം തന്നെ കുറച്ച് വാഴ കൃഷി ചെയ്യാന്ന് കരുതി 1000 വാഴ എത്തിച്ചു. പിന്നെയാണ് അവിടുത്തെ മോട്ടറിന്റെ അവസ്ഥ ഞാൻ ശ്രദ്ധിക്കുന്നത്. ആൾക്ക് എൻ്റെ അച്ഛൻ്റെ അത്ര പ്രായമുണ്ട്. അപ്പോൾ അത് വെച്ച് കൃഷി ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അങ്ങനെ സാമാന്യം നല്ലൊരു തുക ചിലവാക്കി പുതിയൊരു മോട്ടർ എത്തിച്ചു. പിന്നെ അത് കിണറ്റിലിറക്കുമ്പോഴാണ് നമുക്ക് പറ്റിയ അബദ്ധത്തെക്കുറിച്ച് ഞാൻ തിരിച്ചറിയുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ കിണറ്റിൽ 5 അടി പോലും വെള്ളമില്ല. അതായത് നമ്മളിപ്പോൾ വെച്ച വാഴ നനയ്ക്കാനുള്ള വെള്ളം പോലും അതിലില്ല. പിന്നെയല്ലേ ഡയറി ഫാം നടത്തുന്നത്. ഒരു മഴ വന്നാൽ തീരാവുന്ന പ്രശ്നമുള്ളത്. പക്ഷേ ജൂലൈ കഴിയാനായിട്ടും ഇതുവരെ ഇവിടെ മഴ പെയ്തിട്ടില്ല. ഇനി എനിക്കിവിടെ ഒന്നും ചെയ്യാനില്ല. കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ പോലും കൃഷിക്ക് ആവശ്യമായ വെള്ളം എങ്ങു നിന്നും ലഭിക്കില്ല. ഇനിയിപ്പോൾ മഴ വന്നില്ലെങ്കിൽ എൻ്റെ വാഴ മൊത്തം കരിഞ്ഞു പോകും. ഇൻവെസ്റ്റ് ചെയ്ത പൈസയും പോകും. പൈസ പോയാലും സാരമില്ല, അതുണ്ടാക്കുന്ന കാര്യമില്ലല്ലോ. പക്ഷെ ഞാനും എൻ്റെ പണിക്കാരുടെ എഫേർട്ട് മൊത്തം വെറുതെ പോകും. അത് ഓർക്കുമ്പോൾ ഒരു ചെറിയ സങ്കടം. ഏതൊരു പച്ചക്കറിയും വളരെ കുറഞ്ഞ വിലയ്ക്ക് വളരെ എളുപ്പത്തിൽ ലഭ്യമാകുന്നതുകൊണ്ട് നമ്മൾ ആരും ഇതിനെപ്പറ്റി ചിന്തിക്കുന്ന പോലുമില്ല. എന്നാൽ അത് കൃഷി ചെയ്യുന്ന കർഷകൻ അനുഭവിക്കുന്ന കഷ്ടപ്പാട് വളരെ വലുതാണ്. അപ്പോൾ മഴയ്ക്ക് വേണ്ടിയുള്ള എൻ്റെ കാത്തിരിപ്പ് ഇനിയും തുടരുന്നു. അപ്പോൾ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ ബൈ.